വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ് അനാട്ടമിയുടെ അണ്ടറിൽ വരുന്ന നോഡൽ അനാട്ടമിയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നോഡൽ അനാട്ടമി എന്നുള്ളതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് സ്റ്റെംസ് at the nodes, the point where leaves and branch attach. അപ്പോൾ നിങ്ങൾക്ക് നോഡ് എന്താണ് ഇന്റർനോഡ് എന്താണെന്ന് അറിയാം, ജസ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റെമ്മിൽ നിന്ന് ലീഫോ അല്ലെങ്കിൽ ബഡോ അറൈസ് ചെയ്യുന്ന റീജിയനെ, ആ ഒരു പോയിന്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. ദെൻ ആ നോഡ്സിന്റെ ഇടയിൽ, രണ്ട് നോഡ്സിന്റെ ഇടയിലുള്ള റീജിയൻസിനാണ് ഇന്റർനോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇന്റർനോഡ് ആക്ച്വലി ഇലോങ്ങേഷൻ ആണ് സഹായിക്കുന്നത്. ദെൻ നോഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബഡ് ലീഫ് അറൈസ് ചെയ്യുന്നു. അത് കൂടാതെ ഈ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. എന്താണ്? വാസ്കുലാർ കണ്ടിന്യൂറ്റി. അതായത് ഈ ഒരു സ്റ്റെമ്മിൽ നിന്ന് ബ്രാഞ്ച് ആണ് പോകുന്നതെങ്കിൽ ബ്രാഞ്ചിലോട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ ലീഫ് ആണ് പോകുന്നതെങ്കിൽ ആ ലീഫിലോട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു നോഡൽ റീജിയൻ എന്ന് പറയുന്നത്. അതാണ് നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു നോഡൽ അനാട്ടമി പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട കുറച്ച് ടേംസ്, ഒന്ന് നോഡാണ്. ഓക്കെ, മെയിൻ ആയിട്ട് നോഡാണ്. അതുകൂടാതെ ലീഫ് ട്രേസ്, ലീഫ് ഗ്യാപ്പ്, ബ്രാഞ്ച് ട്രേസ്, ബ്രാഞ്ച് ഗ്യാപ്പ്. then അതുകൂടാതെ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ട്, ഈ ഒരു നോഡ്സിനെ ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. യൂണിലാക്യുനാർ, ട്രൈലാക്യുനാർ ആൻഡ് മൾട്ടിലാക്യുനാർ, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ലീഫ് ട്രേസ് എന്നും പറയാം, ടൈപ്പ് ഓഫ് നോട്ട്സ് എന്നും പറയാം. ഓക്കെ, ഈ ഒരു കാറ്റഗറിയാണ് ഈ ഒരു ക്ലാസ്സിൽ ത്രൂ ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് നേരെ ഒന്നാമത്തെ ടേം ആയിട്ടുള്ള ലീഫ് ട്രേസിലോട്ട് പോകാം. ഒരു ലീഫ് ട്രേസ് വഴിയാണ് സ്റ്റെമ്മിൽ നിന്ന് നോഡ്സിലൂടെ ലീഫിലോട്ട്, ഓക്കെ, സ്റ്റെമ്മിൽ നിന്ന് നോഡ്സിലൂടെ ലീഫിലോട്ട് വാസ്കുലാർ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതാണൊരു സ്റ്റെം എങ്കിൽ, ഈ ഒരു സ്റ്റെമ്മിൽ നിന്ന് നമ്മൾ ഈ ഒരു പീറ്റോൾ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെയാണ് നോഡൽ റീജിയൻ എന്ന് പറയുന്നത്. പീറ്റോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു പീറ്റോളിൽ നിന്ന് ഒരു ലീഫ് അറേസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഒരു ലീഫ്. ഓക്കെ, ആ ഒരു ലീഫിലോട്ട്, അതായത് നമ്മൾ ഈ ഒരു റൂട്ടിൽ നിന്ന് എന്ത് വലിച്ചെടുക്കാണ്, ഇവിടെ റൂട്ട് ഉണ്ട്, റൂട്ടിൽ നിന്ന് നമ്മൾ കുറേ വാട്ടറും മിനറൽസും ഒക്കെ വലിച്ചെടുത്തത് ഈ ഒരു സ്റ്റെമ്മിലെത്തി. ആ ഒരു സ്റ്റെമ്മിലെത്തിയിട്ട് ആ സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലീഫിലോട്ട് കടക്കണമെങ്കിൽ സൈലം, അല്ലെങ്കിൽ ആ ഒരു സൈലം ഫ്ലോയം വഴി, അല്ലെങ്കിൽ ഫ്ലോയം വഴിയാണല്ലോ ഈ ഒരു ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈലം വഴിയാണല്ലോ. അപ്പൊ സ്റ്റെമ്മിൽ നമുക്ക് ഈ ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മിലാണെങ്കിൽ ആ ഒരു റിംഗ് ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ടല്ലേ, ആ ഒരു റിംഗ് ഓഫ് അറേഞ്ച്മെന്റ് ഉള്ള വാസ്കുലാർ ബണ്ടിൽസിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു ലീഫിലോട്ട് എത്തുന്നത്, ലീഫിലോട്ടൊരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ലീഫ് ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ലീഫ് ട്രേസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് എ വാസ്കുലാർ ബണ്ടിൽ ദാറ്റ് കണക്ട് ദ സ്റ്റെം ടു ദ ലീഫ് for transport of water and nutrients. അതായത് നമ്മൾ ഈ ഒരു സ്റ്റെമ്മിന്റെ ഒരു അനാട്ടമി, ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഒരു അനാട്ടമി വരക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ വാസ്കുലാർ ബണ്ടിൽസ് റിംഗ് ആയിട്ട് ഇങ്ങനെ അറേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 3 മാത്രമാണ് ജസ്റ്റ് വരച്ചുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ലീഫ് അറേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. സോ ഇവിടെയുള്ള ഒരു വാസ്കുലാർ ബണ്ടിൽ ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെയുള്ള ഒരു വാസ്കുലാർ ബണ്ടിൽ എന്ത് ചെയ്യാണ്, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ഈ ഒരു നോഡൽ റീജിയനിലോട്ട് കടക്കും. ആ നോഡൽ റീജിയനിൽ ലീഫിലോട്ട് ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു നോഡ് റീജിയൻസിലുള്ള വാസ്കുലാർ ബണ്ടിലൊക്കെ ആ ഒരൊറ്റ വാസ്കുലാർ ബണ്ടിൽ, ഒന്നിൽ കൂടുതൽ ആകാട്ടോ, ആ ഒരു വാസ്കുലാർ ബണ്ടിലിനെയാണ് ആക്ച്വലി ലീഫ് ട്രേസി എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ലീഫ് ട്രേസി എന്ന് പറയുന്നത് വാസ്കുലാർ ബണ്ടിലാണ്. ആ ഒരു വാസ്കുലാർ ബണ്ടിലാണ് സ്റ്റെമ്മിനെ ലീഫുമായിട്ട് കണക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടറിന്റെയും ന്യൂട്രിയൻസിന്റെയും ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട്. അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് പിക്ചർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കി, ഇതാണ് ഒരു സ്റ്റെം. ആ ഒരു സ്റ്റെമ്മിന്റെ ഈ ഒരു ലീഫ് കണ്ടിന്യൂറ്റി, ആ ഒരു ലീഫ് വാസ്കുലാർ സിലിണ്ടർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ എവിടെയാണോ ലീഫ് അറേസ് ചെയ്യുന്നത്, ആ ഒരു ലീഫ് അറേസ് ചെയ്യുന്ന റീജിയനിലുള്ള വാസ്കുലാർ ബണ്ടിൽസ് അവിടത്തേക്ക് കുറച്ച് ആ ഒരു സൈഡിലോട്ടൊന്ന് ബെൻഡ് ആകും. ഓക്കെ, ആ ഒരു ബെൻഡ് ആകുന്ന ആ വാസ്കുലാർ ബണ്ടിലിനെയാണ് നമ്മൾ ലീഫ് ട്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഫ് ട്രേസിൽ മെയിൻ ആയിട്ട് പ്രൈമറി സൈലവും ഫ്ലോയവും ആണ് ഉള്ളത്. ആ ഒരു പ്രൈമറി സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ജസ്റ്റ് ആ ഒരു പൊസിഷൻ കൂടി എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പൊസിഷൻ എന്ന് പറയുമ്പോൾ സൈലവും ഫ്ലോയും ഉണ്ടല്ലോ. ആ ഒരു സൈലം എന്ന് പറയുന്നത് ലീഫിൽ എത്തിക്കഴിഞ്ഞാൽ ലീഫിന്റെ അപ്പർ സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേങ്കിൽ ട്രേസ് ഉണ്ടല്ലോ, ആ ഒരു ട്രേസിന്റെ ഇന്നർ സൈഡ് ആയിരിക്കും ലീഫ് കാണുന്നത്. പക്ഷെ അത് ലീഫിൽ എത്തിക്കഴിഞ്ഞാൽ
ട്രീസിന്റെ ഇന്നർ സൈഡിലായിരിക്കും സൈലം കാണുന്നത്. അത് ലീഫിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പർ സൈഡിലോട്ട് മാറും. ഓക്കെ, അതാണ് വാട്ടറും മിനറലിന്റെയും ട്രാൻസ്പോർട്ട്. അതേപോലെ തന്നെ ഫ്ലോയം ഉണ്ടല്ലോ. ഫ്ലോയം എന്ന് പറയുന്നത് ലീഫിന്റെ ലോവർ സൈഡിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അത് പക്ഷെ ട്രീസിലുള്ളത് എവിടെയാണ്? ഔട്ടർ സൈഡിലാണ്. അത് ലീഫിലോട്ട് എത്തുമ്പോൾ ലോവർ സൈഡിലോട്ടായിട്ട് മാറും. അവിടെ ഒരു ലീഫ് ഒരു സ്റ്റെം ലീഫ് ട്രാൻസിഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. നിങ്ങളുടെ സ്റ്റെം സെറ്റ് എക്സാമിന്റെ സിലബസിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. HSSTയുടെ സിലബസിൽ അത് ഡയറക്റ്റ് കൊടുത്തിട്ടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതൊരു ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്ലോയത്തിന്റെയും സൈലത്തിന്റെ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കി വെക്കുക. സൈലം എന്ന് പറയുന്നത് ട്രേസിൽ എവിടെയായിരുന്നു? ഇന്നർ സൈഡിലാണ്. പക്ഷെ അത് ലീഫിലോട്ട് എത്തുമ്പോൾ അപ്പർ സൈഡിലോട്ടായിരിക്കും വരിക. ദെൻ അതേപോലെ തന്നെ ഫ്ലോയം ട്രേസിന്റെ അപ്പർ സൈഡിലാണ്. അത് ലീഫിലോട്ട് എത്തുമ്പോൾ അത് ലോവർ സൈഡിലോട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഫ്ലോയം ആണ് ഷുഗർ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അവ എവിടെ നിന്നാണ് ഈ ഒരു ലീഫ് ട്രേസ് അറേസ് ചെയ്യുന്നത്? സ്റ്റെമ്മിൽ നിന്നാണ് അറേസ് ചെയ്യുന്നത്. ആ ഒരു നോഡൽ റീജിയൻസിന്റെ തൊട്ട് താഴെയുള്ള റീജിയനിലുള്ള വാസ്കുലാർ ബണ്ടിലാണ് ഈ ഒരു ലീഫ് ട്രേസ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് എന്ത് ചെയ്യാണ്? ആ ഒരു ലീഫ് ബേസിന്റെ അടുത്തോട്ട് ഒരു ബെൻഡിങ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലീഫ് ട്രേസ് ഫോം ചെയ്യുന്നത്. ഈ ഒരു ലീഫ് ട്രേസസിന്റെ എണ്ണം നമ്മൾ ലീഫ് ട്രേസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് എന്താണ്? അവിടെയുള്ള ആ ഒരു നോഡൽ റീജിയൻസിലുള്ള കുറച്ച് ബെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു വാസ്കുലാർ ബണ്ടിലാണ്. ഒരു വാസ്കുലാർ ബണ്ടിൽ 1 ആകാം, 2 ആകാം, 3 ആകാം, അല്ലെങ്കിൽ അതിൽ കൂടുതലാകാം. ഓക്കെ, അതിൽ 1 വാസ്കുലാർ ട്രേസസ് ഒക്കെ ഉണ്ടാകുന്നതാണ് പ്രിമിറ്റീവ് ക്യാരക്ടർ. മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് വരുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ലീഫ് ട്രേസ്. ഓക്കെ, ലീഫ് ട്രേസ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ടേം ആണ് ലീഫ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ലീഫ് ഗ്യാപ്പ് ലീഫ് ട്രേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലീഫ് ലാക്യുന രണ്ട് പേരും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലീഫ് ലാക്യുന ഇസ് എ സ്ട്രക്ചറൽ ഫീച്ചർ അസോസിയേറ്റഡ് വിത്ത് ലീഫ് ട്രേസ്. നിങ്ങൾ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വാസ്കുലാർ സ്ട്രാൻഡ് കണ്ടിന്യൂസ് അല്ലേ? പക്ഷെ ഇവിടെയുള്ള വാസ്കുലാർ സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇവിടെ ഒരു നോഡൽ റീജിയൻസിൽ നിന്ന് വാസ്കുലാർ ബണ്ടിൽ ബെൻഡ് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞില്ലേ? അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു ബ്രേക്കേജ് നടക്കുന്നുണ്ട് അല്ലെ? ബ്രേക്കേജ് നടന്നിട്ടാണ് ആ ഒരു നോഡൽ സൈഡിലോട്ട് ബെൻഡ് ആകുന്നത്. അപ്പൊ ബ്രേക്കേജ് നടക്കുമ്പോൾ അതിന്റെ തൊട്ട് മുകളിലുള്ള റീജിയൻ എന്ന് പറയുന്നത് അവിടെ ഒരു ഗ്യാപ്പ് അല്ലേ? അവിടെ ഒരു ഗ്യാപ്പ് അല്ലേ ഉണ്ടാകുന്നത്? അവിടെ സ്ട്രാൻഡ് കണ്ടിന്യൂറ്റി ഇല്ലല്ലോ. ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ലീഫ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഫോംസ് വെൻ ദ ലീഫ് ട്രേസ് ഡൈവേർജ് ഫ്രം ദ വാസ്കുലാർ സിലിണ്ടർ. വാസ്കുലാർ സിലിണ്ടറിൽ നിന്ന് ഡൈവേർജ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു ലീഫ് ഗ്യാപ്പ് ഉണ്ടാകുന്നത്. ഒരു ലീഫ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗ്യാപ്പ് അല്ല, അവിടെ പാരൻകൈമാറ്റസ് ആയിട്ടുള്ള സെൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, വാസ്കുലാർ സിലിണ്ടർ ആ ഒരു ഡിപ്പാർച്ചറിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു സ്മോൾ ബ്രേക്കേജ് ആണ്. ആ ഒരു ഗ്യാപ്പ് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് ത്രൂ ദ ഗ്യാപ്പ് ദ പിത്ത് becomes continuous with the cortical parenchyma. അതായത് ഈ ഒരു ഗ്യാപ്പ് വന്നാലും ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു പിത്ത് becomes continuous. ഈ ഒരു പിത്ത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, കോർട്ടിക്കൽ പാരൻകൈമ ആയിട്ട് പിത്ത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ ആ ഒരു കണ്ടിന്യൂറ്റി ഒന്നും ആ ഒരു സ്റ്റെമ്മിന്റെ കണ്ടിന്യൂറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഈ ഒരു ലീഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലീഫ് ട്രേസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെമ്മിനോട് ലീഫ് വാസ്കുലാർ കണക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് സ്റ്റെമ്മിലുള്ള വാസ്കുലാർ ബണ്ടിൽസിനെ നോഡുമായിട്ട് ലീഫുമായിട്ട് നോഡ്സിലൂടെ ലീഫുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വാസ്കുലാർ കണക്ഷൻ ആണ്. അതിനെയാണ് സ്റ്റെം നോഡ് ലീഫ് വാസ്കുലാർ കണ്ടിന്യൂം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ടേം ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ് പറയുന്നതാണ് ബ്രാഞ്ച് ട്രേസ്. നമ്മളിപ്പോ പഠിച്ചത് ലീഫുമായിട്ടാണ്. അതായത് സ്റ്റെമ്മിൽ നിന്ന് ലീഫാണ്, ആ ഒരു നോഡൽ റീജിയനിൽ നിന്ന് ലീഫാണ് അറേസ് ചെയ്യുന്നതെങ്കിൽ അത് ലീഫ് ട്രേസ് ആണ്. ഇൻ കേസ് അതൊരു ബഡ് ആണ് അല്ലെങ്കിൽ ബ്രാഞ്ച് ആണ് അറേസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബ്രാഞ്ച് ട്രേസ് ആണ്. വളരെ സിമ്പിൾ ആണ് അല്ലേ? ബ്രാഞ്ച് ട്രേസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വാട്ടർ മിനറൽസും ഫുഡും മെയിൻ സ്റ്റെമ്മിൽ നിന്ന് ലാറ്ററൽ ബ്രാഞ്ചിലോട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെയും വാസ്കുലാർ ടിഷ്യൂസ് ആണ്, അതായത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റെമ്മിന്റെ സെൻട്രൽ സിലിണ്ടറിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന വാസ്കുലാർ സിലിണ്ടർ ആണ്. അതിൽ മനസ്സിലാക്കാനുള്ളത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു മോസ്റ്റ് ഓഫ് ദ ഡൈക്കോട്ട് ആൻഡ് ഇൻ എല്ലാ കേസിലും അല്ല, മോസ്റ്റ് ഓഫ് ദ ഡൈക്കോട്ട് ആൻഡ് ജിംനോസ്പേംസിൽ ഈ ഒരു ബ്രാഞ്ചിൽ യൂഷ്വലി 2 ലീഫ് ട്രേസ് ഉണ്ടാകും. അതായത് 2
വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടായിരിക്കും ദാറ്റ് യുണൈറ്റഡ് ടു ഫോം ദ ബ്രാഞ്ച് വാസ്കുലാർ സിലിണ്ടർ. ഓക്കെ, ബ്രാഞ്ചിന്റെ ആ ഒരു വാസ്കുലാർ സിലിണ്ടറിൽ എത്തുമ്പോൾ, അതായത് ആക്ച്വലി ഒരു ബ്രാഞ്ച് ട്രേസിൽ രണ്ട് വാസ്കുലാർ ട്രേസസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടായിരിക്കും. അത് വാസ്കുലാർ സിലിണ്ടർ ജോയിന്റ് ചെയ്തിട്ടാണ് ആ ഒരു ബ്രാഞ്ചിലോട്ട് എത്തുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ മോണോകോട്ടിലാണെങ്കിൽ മെനി വാസ്കുലാർ സ്ട്രാൻഡ്സ് ഉണ്ടായിരിക്കും. അതായത് മോണോകോട്ടിന്റെ ആ ഒരു അനാട്ടമി നോക്കിയേ, സ്കാറ്റേർഡ് ആയിട്ടല്ലേ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. അത് സ്റ്റെമ്മിലോട്ട് വരുമ്പോഴും സ്കാറ്റേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇറഗുലർ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ട്രേസസ് കുറേ ബ്രാഞ്ച് ട്രേസസ് ഉണ്ടായിരിക്കും. ഓക്കെ, സെയിം സിറ്റുവേഷൻ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ലീഫ് ഗ്യാപ്പ്. ദെൻ ഇത് ഇവിടെ നിന്ന് തന്നെ ബ്രാഞ്ചും അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ലീഫ് ഗ്യാപ്പിന്റെ തൊട്ട് മുകളിലാണ് ബ്രാഞ്ച് ട്രേസ് ഉള്ളത്. അതേപോലെ തന്നെ ആ ഒരു ബ്രാഞ്ച് ട്രേസിന്റെ തൊട്ട് മുകളിൽ ബ്രാഞ്ച് ഗ്യാപ്പും ഉണ്ടാകുന്നു. ഓക്കെ, ആ ഒരു പ്രോസസ്സ് അവിടെയും ആ ഒരു ബ്രാഞ്ച് ഗ്യാപ്പ് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ടിഷ്യൂസ് കൊണ്ടാണ് ഫിൽ ആക്കിയിട്ടുള്ളത്. ബ്രാഞ്ച് ട്രേസിന്റെ തൊട്ട് മുകളിലുള്ള റീജിയൻ ആണ് ഈ ചെലോ, ആ ഒരു കണ്ടിന്യൂറ്റി, അതായത് ആ ഒരു ബ്രേക്കേജ് നടക്കുമ്പോഴും അവിടെ കണ്ടിന്യൂറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ബ്രാഞ്ച് ഗ്യാപ്പ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാഞ്ച് ഗ്യാപ്പ് കാണുന്നത് മെയിൻ ആയിട്ട് സൈഫോണോസ് സ്റ്റീൽ അല്ലെങ്കിൽ യു സ്റ്റീൽ, ആ ഒരു സ്റ്റീലിന്റെ ടൈപ്പ് ഒക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സൈഫോണസ് സ്റ്റീൽ അല്ലെങ്കിൽ യു സ്റ്റീൽ ഒക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് പിത്തുള്ള അല്ലെങ്കിൽ സ്റ്റീൽ ഉള്ള ആൾക്കാരിലാണ് ഈ ഒരു ബ്രാഞ്ച് ഗ്യാപ്പ് കാണുന്നത്. ദെൻ സോളിഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രോട്ടോ സ്റ്റീലിലേക്കായിട്ടുള്ള ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള വാസ്കുലാർ ഈ ഒരു സ്റ്റീലാർ ഓർഗനൈസേഷൻ ഉള്ളവരിൽ ബ്രാഞ്ച് ഗ്യാപ്പ് കാണുന്നില്ല എന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ ആ ഒരു നോഡൽ അനാട്ടമി അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ലാസ്റ്റ് ടൈപ്സ് ഓഫ് നോഡ്സ്, അതായത് ഈ ഒരു ലീഫ് ടൈപ്സ് ഓഫ് നോഡ്സ് അല്ലെങ്കിൽ എന്തും പറയാം, ടൈപ്പ് ഓഫ് ലീഫ് ട്രേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതായത് ലീഫ് ട്രേസസിലുള്ള ലാക്യുനയുടെ അളവ് അല്ലെങ്കിൽ ലീഫ് ഗ്യാപ്പിന്റെയും ലീഫ് ട്രേസിന്റെയും നമ്പർ ബേസ് ചെയ്തിട്ട് മെയിൻലി 3 ടൈപ്പാണ് ഉള്ളത്. യൂണിലാക്യുനാർ ഉണ്ട്, ട്രൈലാക്യുനാർ ഉണ്ട്, മൾട്ടിലാക്യുനാർ ഉണ്ട്. അതിന്റെ പിക്ചറും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. യൂണിലാക്യുനാർ ആയിട്ടുള്ള ലീഫ് ട്രേസ് എന്ന് പറയുമ്പോൾ അവിടെ അതായത് ലീഫിന്റെ ട്രേസസിനെയും ഗ്യാപ്പിനെയും ബേസ് ചെയ്തിട്ടാണ്. യൂണിലാക്യുനാർ എന്ന് പറയുമ്പോൾ ലാക്യുന എന്ന് പറയുമ്പോൾ അവിടെ ഗ്യാപ്പാണ്. അതായത് ഓരോ ലീഫ് അറ്റാച്ച് ചെയ്യുമ്പോഴും അവിടെ ഒരു ലീഫ് ഗ്യാപ്പ് മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ലീഫ് ട്രേസിന്റെ എണ്ണം പറയുന്നില്ല, ഒരു ലീഫ് ഗ്യാപ്പ് മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ എങ്കിൽ അതിനാണ് യൂണിലാക്യുനാർ ലീഫ് ട്രേസ് എന്ന് പറയുന്നത്. ഇത് ഓക്കെ, ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു യൂണിലാക്യുനാർ ലീഫ് ട്രേസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് വൺ ട്രേസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു ലീഫ് ഗ്യാപ്പും ഉണ്ടായിരിക്കും, ഒരു ലീഫ് ട്രേസും ഉണ്ടായിരിക്കും. വളരെ സിമ്പിൾ ആണ്. 1 വാസ്കുലാർ ബണ്ടിൽ അല്ലെങ്കിൽ 1 ലീഫ് ട്രേസ് ആണ് ഓരോ ലീഫിലും എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീഫ് ഗ്യാപ്പും ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കേസ് ആണ് 2 അല്ലെങ്കിൽ മൾട്ടി ട്രേസ് ടൈപ്പ്. 2 അതിൽ കൂടുതലോ ബണ്ടിൽസ് ഉണ്ടായിരിക്കും, പക്ഷേങ്കിൽ അതൊക്കെ സെയിം ഗ്യാപ്പിലൂടെ ആയിരിക്കും പോകുന്നത്. ഇത്തരം കേസിനാണ് യൂണിലാക്യുനാർ എന്ന് പറയുന്നത്. ഇതാണ് യൂണിലാക്യുനാറിന്റെ ഒരു പിക്ചർ. അപ്പൊ ഇതാണ് ഈ ഒരു സീൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരു സ്റ്റെമ്മിന്റെ എൻറ്റയർ ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിൽ. അപ്പൊ നോഡൽ റീജിയൻ ആയപ്പോൾ അവിടെ എന്നൊരു ബെൻഡിങ് ഉണ്ടായ ഈ ഒരു ലീഫ് ട്രേസ് ആണ് ഇവിടെ. അപ്പൊ അവിടെ ഒരു ലീഫ് ഗ്യാപ്പ് ഫോം ചെയ്തു. ഇതാണ് യൂണിലാക്യുനാർ. അതിന്റെ എക്സാമ്പിളും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നീരിയം, കീനോപോഡിയം, യൂക്കാലിപ്റ്റസിലൊക്കെയാണ്. രണ്ടാമത്തേതാണ് ട്രൈലാക്യുനാർ നോഡ് എന്ന് പറയുന്നത്. അവിടെ എത്ര ലീഫ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും? 3 ലീഫ് ഗ്യാപ്പും ഉണ്ടായിരിക്കും, 3 വാസ്കുലാർ ബണ്ടിൽസും ഉണ്ടായിരിക്കും. ഓക്കെ, 3 ലീഫ് ഗ്യാപ്പ്, 3 വാസ്കുലാർ ബണ്ടിൽസ് ആണ് ഓരോ ലീഫിലും എൻ്റർ ചെയ്യുന്നത്. ആ ഒരു പിക്ചർ നോക്കിയാൽ ഇതാണ് എൻറ്റയർ ആയിട്ടുള്ള ഒരു സ്റ്റെമ്മിന്റെ സിലിണ്ടർ. ഇവിടെ 3 വാസ്കുലാർ ട്രേസസ് പോകുന്നുണ്ടായിരിക്കും. അവിടെ 1 then 2 ഒന്ന് മുകളിലോട്ടും അങ്ങനെയാണ് 3 ലീഫ് ഗ്യാപ്പ് ഉണ്ടാകുന്നത്. ആ ഒരു ലീഫ് ട്രേസസ് ഫോം ചെയ്യുന്നതിൽ മിഡിൽ ആയിട്ടുള്ളത് ലീഫ് ട്രേസ്, മീഡിയം ലീഫ് ട്രേസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. ദെൻ 2 സൈഡിലും ആയിട്ട് 2 സ്മോൾ ലാറ്ററൽ ട്രേസസും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതൊരു ഏർലിയർ ആയിട്ട് ഇതൊരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡൈക്കോട്ടിന്റെ ക്യാരക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നീട് മനസ്സിലാക്കി ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളത് യൂണിലാക്യുലാർ ആണ്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ട് വന്നതാണ് ഈ ഒരു ട്രൈലാക്യുലാർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു സിംഗിൾ ട്രേസ് ആണ് ഉണ്ടായിരിക്കുക. ഇതുപോലെ ഒറിജിനൽ ആയിട്ടുള്ള സിംഗിൾ ട്രേസ് ആണ്. ആ ഒരു സിംഗിൾ ട്രേസിൽ നിന്ന് ഡിവിഷൻ നടന്നിട്ടാണ് ഈ ഒരു 2 ലാറ്ററൽ ആയിട്ടുള്ള ട്രേസസ് വന്നത് എന്നാണ് പിന്നീട് പറയുന്നത്. എക്സാമ്പിൾ ബ്രാസിക്ക, സാലിക്സ്, അസാഡിറക്റ്റ, ഇൻഡിക്ക ഒക്കെയാണ്. ലാസ്റ്റ് വൺ ആണ് മൾട്ടിലാക്യുനാർ നോഡ് എന്ന് പറയുന്നത്. ഇതാണ് മോസ്റ്റ് ഇവല്യൂഷണറി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
നോട്ട്സിന്റെ ടൈപ്പ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഇവിടെ കുറേ ലീഫ് ഗ്യാപ്സും ഉണ്ടായിരിക്കും, കുറേ ലീഫ് ട്രേസസും ഉണ്ടായിരിക്കും ഒരു ലീഫിൽ തന്നെ. ഈ ഒരു പിക്ചർ നോക്കിയാൽ ഒട്ടനവധി ലീഫ് ഗ്യാപ്പും ലീഫ് ട്രേസസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവ മെയിൻ ആയിട്ട് കാണുന്നത് ലാർജ് ബ്രോഡ് ആൻഡ് ഷീറ്റിംഗ് ലീഫ് ബേസ് ഉള്ള ആൾക്കാരിലാണ് ഈ ഒരു മൾട്ടി ലാക്കുനാർ ആയിട്ടുള്ള നോഡ് കാണുന്നത്. സോ അവിടെ ഇത്തരം കണ്ടീഷനിൽ കുറേ വാസ്കുലാർ കണക്ഷൻസ് ആവശ്യമായിട്ട് വരും, അത്യാവശ്യം വാട്ടർ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മോണോകോട്ട് ആയിട്ടുള്ള പ്ലാന്റ്സിലൊക്കെ മെയിൻ ആയിട്ട് കാണുന്നത് ഇതാണ്, മൾട്ടി ലാക്കുനാർ ആണ്. ഡൈക്കോട്ടിലൊക്കെ മെയിൻലി യൂണി ആൻഡ് ട്രൈ ലാക്കുനാർ ആണ് കാണുന്നത്. എക്സാമ്പിൾ നോക്കിയേ, എരേലിയ പോളിഗോണ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു നോഡൽ അനാട്ടമി ബേസ് ചെയ്തിട്ട് എക്സാം ഓറിയന്റ് ആയിട്ട് പറയാനുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ആ ഒരു ലൈക്ക് ബട്ടണും അതിന്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ആ ഒരു ഹൈപ്പ് ബട്ടണും കൂടി അമർത്താൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദെൻ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ എൻ്റെ ചാനൽ ഗ്രോ ആവുള്ളൂ. പിന്നെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.